മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ UDF ഘടകകക്ഷികളും അണികളും വലിയ അതൃപ്തിയിലാണെന്നാണ് വിവരം. ജനങ്ങൾ നിരാശയിലെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഇന്നലെ തുറന്നു പറഞ്ഞു. ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ദീപക് തരമണം കോഴിക്കോട് നിന്ന് തത്സമയം മോർണിംഗ് ഷോയിലേക്ക് വരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ മുനവർ അലി ശിഹാബ് തങ്ങൾ തുറന്നടിച്ചപ്പോൾ ലീഗിന്റെ അഭിപ്രായമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയില്ലേ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് SKN. ആ ലീഗിൻ്റെ അഭിപ്രായം തന്നെയാണത്. അതായത് ലീഗിൻ്റെ പാണക്കാട് സാദിഖലി തങ്ങൾ ഒരു പരസ്യമായ പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല. പക്ഷേ അദ്ദേഹം പോലും നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ഇതിലുള്ള അതൃപ്തി കൃത്യമായി പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അവർ നേരിട്ട് കോൺഗ്രസുമായൊരു ഫൈറ്റിലേക്ക് ഇപ്പോൾ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മുസ്ലിം ലീഗിൻ്റെ പ്രധാന നേതാക്കളാരും പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാത്തത്. പക്ഷേ എന്നാൽ അവരുടെ യൂത്തിൻ്റെ പ്രസിഡൻ്റാണ്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റാണ് മുനവർ അലി തങ്ങൾ. പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ലീഗിൻ്റെ സുചിന്തിതമായ അഭിപ്രായത്തിൻ്റെ ഭാഗം തന്നെയാണ്. മറ്റൊന്ന്, മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ നേതൃത്വവും പരസ്യമായി നേരത്തെ തന്നെ രംഗത്ത് വന്നു. അതായത് ഒരു കല്യാണപ്പുരയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് ലീഗ് നേതാക്കൾ. കാരണം ഇത്രയും വലിയ മാൻഡേറ്റ്, ഒരു വലിയ ഭൂരിപക്ഷം UDFന് കേരളത്തിലെ ജനത നൽകി. എന്നാൽ ആ ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന നിലയിലേക്ക് മാത്രവുമല്ല, ഇന്നലെ സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ വരുന്നു. അതായത് ഈ വിജയത്തിന് വലിയ സംഭാവന ചെയ്ത ഒരു വിഭാഗമാണ് മുസ്ലിം ന്യൂനപക്ഷത്തിലെ സമസ്ത വിഭാഗം. സമസ്തയുടെ മുഖപത്രത്തിൻ്റെ എഡിറ്റോറിയലിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണം വരുന്നു. അങ്ങനെ മൊത്തത്തിൽ മുസ്ലിം ജനവിഭാഗത്തിൽ തന്നെ ഈ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി തീരുമാനം ഇങ്ങനെ വലിച്ചു നീണ്ടുപോകുന്നതിലും അതുപോലെ ഫ്ലക്സ് യുദ്ധം പ്രകടനങ്ങൾ തൽക്കാലത്തേക്ക് അതിന് വെടിനിർത്തലായെങ്കിലും തീരുമാനമാകാത്തതിൽ വലിയ പ്രതിഷേധമുണ്ട്. അതിന്ന് മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി ഇന്ന് യോഗം ചേരുമ്പോൾ നേതൃയോഗത്തിൽ പ്രധാനപ്പെട്ട ചർച്ചയാകും. ഒരു പ്രധാനപ്പെട്ട കാര്യം SKN, VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് വളരെ കൃത്യമായി മുസ്ലിം ലീഗ് ഹൈക്കമാൻഡ് പ്രതിനിധികളോട് പറഞ്ഞിട്ടുണ്ട്. അവർ അതിലൊരു സെക്കൻഡ് ഓപ്ഷൻ ചോദിച്ചിരുന്നു. ഞങ്ങൾക്കൊരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ഇതിനുശേഷം ലീഗ് നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു, ഇനി അവർ തീരുമാനം ഞങ്ങളെ അറിയിക്കട്ടെ, അപ്പോൾ ഞങ്ങൾ ബാക്കി പറയാം എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ബാക്കി പറയാം എന്നുള്ളതിൽ ഒരു വലിയ രാഷ്ട്രീയ മാനമുണ്ട്. കാരണം പണിയെടുത്തവർ മുഖ്യമന്ത്രി ആകണം എന്നുള്ളതാണ് നിലപാട്. പ്രത്യേകിച്ചും UDFൻ്റെ വിജയത്തിൽ ലീഗിൻ്റെ വലിയ സംഭാവനയുണ്ട്. കാരണം ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ UDFന് അനുകൂലമായി സാധ്യമാക്കിയതിൽ മുസ്ലിം ലീഗ് വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. ലീഗിൻ്റെ നിലപാട് നിർണായകമാണ്. ലീഗ് കടുത്ത നിലപാടെടുത്താൽ അത് ദോഷത്തിലേക്ക് പോകും. കാരണം UDFൻ്റെ ഘടകകക്ഷികളെ അതൃപ്തിയുണ്ട്. 73 സീറ്റ് അപ്പുറത്തുണ്ടാക്കാൻ ലീഗ് വിചാരിച്ചാൽ സാധിക്കും എന്നുള്ളിടത്താണ് കാര്യങ്ങൾ എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അധിക ദിവസം നീട്ടാനാകില്ല. ലീഗ് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടെന്നെത്തിക്കേണ്ടി വരും. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.